നമസ്കാരം. ലോക ഭൂപടത്തിലെ ക്യാൻസറാണ് ഇസ്രായേൽ. ഇസ്രായേൽ, അമേരിക്ക സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്ന ഏകപക്ഷീയമായ ഈ യുദ്ധത്തിൽ വിജയം ഇറാനായിരിക്കുമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒറ്റ മിസൈൽ കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിനെ ഈ ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കും എന്നാണ് ഉത്തര കൊറിയയുടെ നേതാവായ കിം ജോങ് ഉൻ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയ്ക്ക് വരെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ആണവ പോർമുനയുള്ള മിസൈലുകൾ നിരന്തരം പരീക്ഷിക്കുന്ന കിം ജോങ് ഉന്നിനെ ലോക നേതാക്കൾക്ക് എല്ലാവർക്കും പേടിയാണ്. കാരണം പക്വതയില്ലാത്ത തീരുമാനങ്ങളും ആണവായുധങ്ങളുടെ അളവറ്റ ശേഖരവും തന്നെയാണ് ഇതിന് അടിസ്ഥാനം. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് എന്ത് കാരണത്താലാകട്ടെ ഇറാനെ ആക്രമിച്ചത് തീർത്തും ഗുണ്ടായുസമാണ്, രാഷ്ട്രീയമായ മര്യാദകേടാണ്, നെറുകേടാണ് എന്നാണ് കിം ജോങ് ഉൻ പറയുന്നത്. ഇറാൻ അനുവദിക്കുകയാണെങ്കിൽ, ഇറാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിനെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുവാൻ ഉത്തര കൊറിയയ്ക്കാകും. അതിന് ഉത്തര കൊറിയയുടെ ഒരേ ഒരു മിസൈൽ മതി എന്നാണ് കിം ജോങ് ഉൻ അവകാശപ്പെടുന്നത്. അമേരിക്കയ്ക്കെതിരെ കൃത്യമായ നിലപാടുകളോടുകൂടി കിം ജോങ് ഉൻ നിൽക്കുമ്പോൾ ദക്ഷിണ കൊറിയ സന്ദർശിച്ച ട്രംപിന് അവിടെ ആണവായുധ പോർമുലയുള്ള മിസൈൽ പരീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു കിം ജോങ് ഉൻ മറുപടി നൽകിയത്. ദക്ഷിണ കൊറിയ സന്ദർശിക്കുന്ന വേളയിൽ ട്രംപിന് മറുപടി എന്നോണം തന്നെയാണ് ആണവ പോർമുന ഘടിപ്പിച്ച മിസൈൽ പരീക്ഷിച്ചുകൊണ്ട് കിം ജോങ് ഉൻ മറുപടി കൊടുത്തതും ട്രംപിന് തക്കതായ തിരിച്ചടി എന്നോണം ആ പ്രവൃത്തി മാറിയത്. അമേരിക്ക ഉത്തര കൊറിയയുമായി ഏതെങ്കിലും തരത്തിൽ യുദ്ധത്തിന് വരികയാണെങ്കിൽ അമേരിക്കയെ ഭസ്മമാക്കി കളയും എന്ന് പോലും ഒരിക്കൽ കിം ജോങ് ഉൻ പ്രസ്താവിക്കുകയുണ്ടായി. ലോകം കണ്ട ഏറ്റവും ധാർഷ്ട്യക്കാരനായ, പിടിവാശിക്കാരനായ ആണവായുധ ശേഖരങ്ങളുടെ അളവറ്റ സമ്പത്തുള്ള ഉത്തര കൊറിയയുടെ നേതാവായ കിം ജോങ് ഉൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും എന്ന് തന്നെയാണ് ലോകം വിശ്വസിക്കുന്നത്. അതെന്ത് തന്നെയായാലും ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറണം എന്ന ആവശ്യവുമായി ലോകരാജ്യങ്ങൾ പലരും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇറാനെ ആക്രമിക്കുന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഈ യുദ്ധം ഇറാനിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന യുദ്ധമല്ല, മറിച്ച് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളെയും ഈ യുദ്ധം ബാധിക്കുന്നു. ഇപ്പോൾ തന്നെ യുദ്ധക്കെടുതികൾ എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ നിന്നും എണ്ണ നീക്കം നടക്കാത്തതിന്റെ പേരിൽ ലോകം ഇന്ധനക്ഷാമം അനുഭവിക്കുന്നതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയിൽ പോലും ഇന്ധനക്ഷാമം നേരിടുന്നു എന്നുള്ളത് യുദ്ധത്തിന്റെ മറ്റൊരു കെടുതിയായി ഇന്ത്യ അനുഭവിക്കുന്നു, മറ്റ് ലോകരാഷ്ട്രങ്ങളും അനുഭവിക്കുന്നു. അതുകൊണ്ട് ഏത് വിധേനയും യുദ്ധം നിർത്തണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ചൈന നേരിട്ട് തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു. കാനഡയും സ്പെയിനുമെല്ലാം അമേരിക്കയുടെ നിലപാടുകൾ അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയ്ക്ക് നിരക്കാത്തതാണ് എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. റഷ്യയും ഈ അമേരിക്കയുടെ നടപടിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്നാൽ ഇറാനും റഷ്യയും ചൈനയുമായി ഉത്തര കൊറിയ നല്ല ബന്ധം തന്നെയാണ് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയുടെ പൗരന്മാർക്ക് ഇറാനിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ, ജീവനാശമോ അല്ല എന്നുണ്ടെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അമേരിക്കയ്ക്കും ഇസ്രായേലിനും തക്കതായ മറുപടി കൊടുക്കും. ഇസ്രായേലിനെ നിമിഷങ്ങൾക്കകം ചുട്ടുകരിച്ചു കളയും എന്ന് തന്നെയാണ് കിം ജോങ് ഉൻ പറയുന്നത്. ഇറാനിൽ ഉത്തര കൊറിയയുടെ ധാരാളം പൗരന്മാർ ജോലി ചെയ്യുന്നുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് ഉത്തര കൊറിയയിൽ നിന്നും ഇറാനിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഇത്തരം ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ യുദ്ധത്തിൽ പരിക്കേൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഉത്തര കൊറിയ ഇറാന്റെ പക്ഷം ചേർന്നുകൊണ്ട് യുദ്ധത്തിൽ നേരിട്ട് ഇടപെടും എന്ന് തന്നെയാണ് കിം ജോങ് ഉൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് യുദ്ധത്തിന്റെ മറ്റൊരു തന്ത്രം ഒളിച്ചിരിക്കുന്നത്. അതായത് റഷ്യയുടെയും ചൈനയുടെയും മൗനാനുവാദത്തോടുകൂടി, അവരുടെ പരിപൂർണ പിന്തുണയോടുകൂടി നേരിട്ട് ഉത്തര കൊറിയയെ രംഗത്തിറക്കി അമേരിക്കയ്ക്കും ഇസ്രായേലിനും കനത്ത പാഠം കൊടുക്കുക, ഇറാനെ ചേർത്ത് നിർത്തുക എന്ന് തന്നെയാണ് റഷ്യയും ചൈനയും ഈ തരുണത്തിൽ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ നീക്കം നടത്തുന്നത് അത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ റഷ്യയും ചൈനയും പിന്മറയ്ക്ക് ഉള്ളിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഉത്തര കൊറിയയെ മുൻനിർത്തിക്കൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം മൂന്നാം ലോക യുദ്ധമായി മാറും എന്ന് തന്നെയാണ് രാഷ്ട്രതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. ഫലത്തിൽ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. യുദ്ധക്കൊതിയനായ ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നെതന്യാഹുവിന്റെ ആഹ്വാനം കേട്ട് നെതന്യാഹു ഇറാനാൽ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായി കഴിഞ്ഞാൽ, ആണവായുധം ഇറാൻ സ്വായത്തമാക്കി കഴിഞ്ഞാൽ ഇസ്രായേലിന് അത് ഭീഷണിയാകും. അതുകൊണ്ട് ഏത് വിധേനയും ഇറാനെ നിലയ്ക്ക് നിർത്തേണ്ടത് നെതന്യാഹുവിന്റെയും ഇസ്രായേലിന്റെയും ആവശ്യമാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആണവായുധം ഇറാൻ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞ് ട്രംപിനെ പിരികേറ്റി യുദ്ധത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ട്രംപിനാവട്ടെ ഇറാന്റെ അളവറ്റ എണ്ണ സമ്പത്തിൽ തന്നെയാണ് നോട്ടം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ വാക്ക് കേട്ട് യുദ്ധത്തിന് ഇറങ്ങി തിരിച്ച ട്രംപ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഫലത്തിൽ റഷ്യയുടെയും ചൈനയുടെയും മൗനാനുവാദത്തോടുകൂടി, അവരുടെ പിന്തുണയോടുകൂടി, അവരുടെ പരിപൂർണ ആയുധ സഹായത്തോടുകൂടി ഉത്തര കൊറിയ ഇറാന് സഹായമായി നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്താൽ യുദ്ധം ലോകമഹായുദ്ധമായി മാറും, മൂന്നാം ലോക മഹായുദ്ധമായി മാറും എന്ന് തന്നെയാണ് രാഷ്ട്ര നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇതിനിടെ ഇറാന്റെ
ഒരു പ്രസ്താവന കൂടി വന്നിരിക്കുന്നു. ഇറാൻ ആദ്യഘട്ടത്തിലൊന്നും തന്നെ മാരകമായ ആയുധങ്ങൾ പുറത്തെടുത്തിട്ടില്ല. തങ്ങളുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമേനിയുടെ നിര്യാണത്തിന് ശേഷം മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇറാൻ പുറത്തെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നു എന്നാണ് പെന്റഗൺ സൂചിപ്പിക്കുന്നത്. കാരണം അമേരിക്കയുടെ മിസൈൽ ക്ഷാമം തന്നെയാണ് അതിന് ഉദാഹരണമായി അവർ തീർത്തു പറയുന്നത്. അമേരിക്ക ഇസ്രായേൽ യുദ്ധം നീണ്ടുപോകുന്ന പക്ഷം അമേരിക്കയ്ക്ക് മിസൈലുകളുടെ കുറവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പെന്റഗൺ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അമേരിക്കയുടെ കൈവശം ഇരിക്കുന്ന മിസൈലുകൾക്കാവട്ടെ അഥവാ മറ്റുള്ള രാജ്യങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് ശതകോടിക്കണക്കിന് രൂപയാണ് വില വരുന്നത്. ഇറാന്റെ മിസൈലുകൾക്കാവട്ടെ അതിന്റെ 1/3 പോലും വിലയില്ല എന്ന് പറയുമ്പോൾ ഇറാന്റെ ഒരു മിസൈൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു മിസൈലിന് 300-400 കോടി രൂപ വില വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ 100 വില മാത്രമുള്ള ഇറാന്റെ ആയുധ ശേഖരം വളരെ വിപുലമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. മാത്രമല്ല, അതിമാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളൊന്നും തന്നെ ഇറാൻ ഇതുവരെയും പുറത്തെടുത്തിട്ടില്ല. 2ാം ഘട്ട യുദ്ധത്തിൽ മാത്രമാണ് തങ്ങളത് പുറത്തെടുക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളിലേക്ക് എല്ലാം തന്നെ ഇറാൻ മിസൈൽ അയച്ചുകൊണ്ടിരിക്കുന്നു. ലോക സാമ്പത്തിക ശക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗൾഫ് മേഖലയിൽ അമേരിക്ക അടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ സമ്പന്നന്മാർ നിക്ഷേപം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയുടെ സമ്പത്തും അവരുടെ എണ്ണ നിക്ഷേപവും തകർത്തു കഴിഞ്ഞാൽ ഈ യുദ്ധം അധികകാലം നീട്ടിക്കൊണ്ടുപോകാൻ ട്രംപിനാകില്ല എന്നുള്ളത് ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ, കുവൈറ്റ് എന്നു തുടങ്ങിയ രാജ്യങ്ങളെയെല്ലാം ഇപ്പോൾ ഇറാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും യുദ്ധം അധികനാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപിനാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സാഹചര്യത്തിൽ ഇറാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉത്തര കൊറിയ രംഗത്തിറങ്ങും എന്ന് കിം ജോങ് ഉങ് പറയുമ്പോൾ കിം ജോങ് ഉങ്ങിന്റെ പിറകിൽ റഷ്യയും ചൈനയും ഇറാൻ അനുകൂലമായി നിലപാടെടുക്കുന്നു. ഇറാന്റെ സൗഹൃദ രാഷ്ട്രങ്ങൾ തന്നെയാണ് റഷ്യയും ചൈനയും എന്നുള്ളത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒന്നിരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇറാനും റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ചേർന്ന് അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിടുമ്പോൾ അത് ലോക രാഷ്ട്രങ്ങളുടെ യുദ്ധമായി മാറുന്നു. 3ാം ലോക മഹായുദ്ധമായി മാറും. അതുകൊണ്ട് യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നുള്ള ലോകരാഷ്ട്രങ്ങളുടെ അഭിപ്രായം തന്നെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. യുദ്ധം തീരണം. ഒരിക്കലും എന്തിന്റെ പേരിലായാലും മനുഷ്യക്കുരുതി ഉണ്ടാകാൻ പാടില്ല, മനുഷ്യർ മരിക്കാൻ പാടില്ല, മനുഷ്യരെ കൊല്ലാൻ പാടില്ല. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. എന്താണ് ഇനി ഇറാൻ മേഖലയിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.